ശരണ്യ ശരണ്യ അതെ ഇന്ന് എവിടെയാണ് പോണെന്ന് കൂട്ടുകാരോട് പറഞ്ഞില്ലല്ലോ. പഴനി കയറാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ ശരണ്യ ആ തിരക്കിലായിരുന്നു, അതാണ് ഞാൻ വിളിച്ചിട്ട് പോലും കേൾക്കുന്നില്ല. രാവിലത്തെ മരുന്ന്. അപ്പൊ അതെ നമ്മുടെ അച്ഛനൊക്കെ ഒരുങ്ങുന്നു. കണ്ട ഇനി കുറച്ച് പേര് കൂടി റെഡിയാകാനുണ്ട്. എന്ത് പറ്റി, രാവിലെ പനി പിടിച്ച ഇവിടത്തെ വെള്ളം? ആ ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഇതിനേലും തണുപ്പുള്ളിടത്തായിട്ടല്ലേ നമ്മൾ പോകണം, മൂന്നാർ. അപ്പൊ പനിയൊക്കെ മാറിക്കോളും. കൂട്ടുകാരെ അങ്ങനെ അതെ നമ്മുടെ കണ്ണപ്പന് ഒരുങ്ങിയിട്ടുണ്ട്. കണ്ണപ്പ ഒന്ന് തിരിഞ്ഞ ഇങ്ങോട്ട്. ആഹാ അടിപൊളി. അങ്ങനെ നമ്മുടെ കണ്ണപ്പൻ നല്ല വലിയ പയ്യനെ. അതെ ഇവിടെ വന്നപ്പോ അതെ സോജണ്ണനെ ഒരുങ്ങില്ലേ, വന്നില്ലേ പഴനിക്കൊന്നും? കണ്ട കൂട്ടുകാരെ, ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ കണ്ട മകൻ അച്ഛന് സ്പ്രേ അടിച്ചു കൊടുക്കുന്നു. നമ്മുടെ അമ്മയാണെങ്കിൽ കണ്ട നല്ല മിടുക്കി കുട്ടിയായിട്ടാണ് നിൽക്കുന്നത്, മിടുമിടുക്കിയായിട്ടാണ് കണ്ട. ആഹാ അങ്ങനെ നമുക്ക് പോയേക്കാം. എന്നാ ഇനി അച്ചുകുട്ടി ഇങ്ങനെ ഒരുങ്ങിയെങ്കിലും ഇങ്ങനെ ഓരോ മേക്കപ്പ് ചെയ്ത് അങ്ങനെ നിൽക്കും. ശരിയായില്ലെന്ന് അക്കക്ക് പിന്നെ അങ്ങനെ ഒരുക്കങ്ങളൊന്നും ആഹാ ഇതെവിടെയോ കേട്ടൊരു ഡയലോഗ് പോലെ ഉണ്ട് കേട്ടാ. ബാബാ ഇറങ്ങിയേക്കാം. 7 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ അണ്ണനാണ്. ഞാൻ ഇവിടെ വന്നപ്പോ കട്ടിലേക്ക് കിടക്കണം. ഇത്ര പറഞ്ഞെങ്കിൽ എന്നെ കാണിച്ചില്ല. നമ്മളിങ്ങനെ സാധാ വേഷത്തിലായിരുന്നു. പിന്നെ മുണ്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, പാൻറ് തന്നെയാണ് എടുത്തത്. ഇതിന് മുമ്പ് ഞാൻ പഴനി കയറിയപ്പോ മുണ്ടെടുത്തിട്ട് ഞാൻ പെട്ടുപോയതാ. പിന്നെ ഇങ്ങനെ കാരണം മടക്കി പാടാണ്. ശരണിക്കാണെങ്കിൽ ഞാൻ മുണ്ടെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പഴനി വരെ കയറാൻ പോവുകയാണ്. പക്ഷെ അവിടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഫോൺ വരെ മേടിച്ച് ഭാഗത്ത് വെച്ചിട്ടല്ലേ വിടുള്ളൂ. അപ്പൊ അവിടെ വരെ പോണ വീഡിയോയും എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. കൂട്ടുകാരെ അങ്ങനെ നമ്മളൊക്കെ അതെ അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോണ്. അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടൊക്കെ ഇവരെല്ലാരും കൂടി നിന്ന് തരികയായിരുന്നു. കൂട്ടുകാരെ അങ്ങനെ എല്ലാരും കൂടി ഇതേ പഴനി നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടെമ്പിൾ റോഡായി. അപ്പം എല്ലാവരും പൂവൊക്കെ വെച്ച് സുന്ദരികളായിട്ട് നടക്കുന്നു. ഇന്ന് ഇവിടെയൊക്കെ നോക്കിയിട്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടാ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കണ്ണപ്പനുണ്ടല്ലോ, ആ മുണ്ടൊക്കെ മടക്കി കുത്തി പഴനിക്കാണ് പോകണമെങ്കിലും ആ മുണ്ടൊക്കെ മടക്കി കുത്തി അങ്ങോട്ട് സ്റ്റൈലിൽ അങ്ങോട്ടൊരു വരവാണ്. അപ്പം എല്ലാവരും അങ്ങനെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ മുല്ലപ്പൂ എല്ലാം വെച്ച് നല്ല സുന്ദരി കുട്ടിയായി. പഴനി ഇവിടെ വരുമ്പോൾ ഇലക്ട്രിക് ബസ് ഉണ്ടാകും, ഫ്രീ പാസ്സാണ്. പക്ഷേ എന്നാലും അത് ഞങ്ങൾ നോക്കി നിന്നിട്ടൊന്നും വന്നില്ല. പിന്നെ അങ്ങോട്ട് നടന്നേക്കാമെന്ന് വെച്ച്. പിന്നെ ശരണ്യയുടെ പൂ വന്നാലും താഴെ പോയിട്ട് 2ാമത് ഏക്കർ റെഡിയാക്കി അങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് എവിടെ പോയാലും പഴനി വന്ന ആ ഒരു സന്തോഷം അതെങ്ങും കിട്ടിയല്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാണ് നമ്മുടെ പഴനി. ഇനി അങ്ങോട്ട് ഫോൺ കയറ്റിയല്ല. അങ്ങനെ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ടൊരു ചായ കുടി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ പഴനിയിലെ പ്രസാദമൊക്കെ മേടിച്ച് വീണ്ടും റൂമിലേക്ക്. ശരണ്യ അച്ഛൻ്റെ കൂടെയാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ അമ്മ ഇല്ല ഒറ്റക്ക് നടക്കുകയാണ്. പിന്നെ ചേട്ടനൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് കുതിര വണ്ടിയെ കയറണമെന്നുള്ളത്. അപ്പോൾ ഞാനും ശരണ്യം കൂടി ആ ആഗ്രഹം കൂടി അങ്ങോട്ട് സാധിച്ചു. അത് കഴിഞ്ഞത് തിരിച്ചു പോകാനെത്തെങ്കിലും ഞങ്ങൾ ആ ആഗ്രഹം സാധിച്ചു. ആ ഇലക്ട്രിക് ബസ്സിൽ കയറാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളിനി റൂമിലേക്ക് ഇനി ചെന്നിട്ട് വേണം ഒരു ബർത്ത്ഡേ ആഘോഷം. പക്ഷേ ബർത്ത്ഡേക്കാരിക്ക് പോലും അറിയില്ല ഇന്ന് ആഘോഷം നടത്തുന്നു എന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. ഇനിയാണ് നമുക്ക് ആ ആഘോഷത്തിലേക്ക് കിടക്കാം. കൂട്ടുകാരെ നമ്മുടെ അച്ചുകുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഴനിയിൽ നിന്ന്
പോകും മുമ്പായിട്ട് തന്നെ ഇവിടെ വെച്ച് തന്നെ നമുക്കത് ആഘോഷിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ചിക്കുട്ടിക്ക് ഈ കാര്യം ഒന്നും അറിയാൻ മേല. അപ്പോൾ അത് ഇത് കണ്ട ഇവിടെ ഇവർ തിരക്കി നടന്ന് ഒരു കേക്കൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അച്ചുകുട്ടീനെ പോയി വിളിച്ചാലേ കണ്ണപ്പ വിളിക്കാം. അവരപ്പുറത്തെ മുറിയിലാണ്. വാ ഞാനിവിടെ അടച്ചിട്ടേക്കാം, നിങ്ങൾ ചെന്ന് വിളിച്ചോണ്ട് വാ. വന്നില്ലേ അച്ചുകുട്ടി? വന്നില്ലേ? കൂട്ടുകാരെ അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് നമ്മുടെ അച്ചുകുട്ടി അപ്പുറത്തെ മുറിയിലിരിക്കുകയാണ്. അപ്പം അച്ഛനും അമ്മയും എല്ലാവരും അവിടെ തന്നെയുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു അച്ഛൻ്റെ മുഖത്ത് വരുന്ന ഒരു ഫീല്. അടുത്ത ആൾ വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കഥയിൻ്റെ അവിടെ. അച്ചു വന്നുണ്ട്, അവിടെ ബഹളം കേൾക്കണുണ്ട്. എന്താണ് വന്നു? അപ്പൊ ഇന്ന് ചിറ്റ പിണങ്ങിയിരിക്കാന്ന് പറഞ്ഞാണ് ഈ റൂമിലായിട്ട് വിളിച്ചു വരുത്തിയത്. അപ്പൊ എല്ലാരും കൂടി നിൽക്കെ അച്ചക്കുട്ടി കേക്ക് മുറിക്കുകയാണ്. ശരണ്യ അങ്ങോട്ട് അവിടെ പോയി നില്ല. ശരണ്യനെ എല്ലാരും തിരക്കും. കൊണ്ട് വാന്നറിയ അവർക്ക് കൊടുക്കും. അപ്പൊ കണ്ടേ എല്ലാരും അങ്ങനെ ചിറ്റനെ കണ്ടില്ലേ? അത് പുറകിലായോണ്ട് അങ്ങനെ മേടിച്ചു അങ്ങനെ ഞാനും കഴിച്ചു. അപ്പൊ അച്ചുവിനെ അറിയാൻ മേല. അച്ചു അങ്ങനെ റൂമിൽ പോയി കിടന്നുറങ്ങിയായിരുന്നു. ആ കൊച്ചിനെയാണ് വിളിച്ച് അല്ലെ കിടന്നുറങ്ങണ കൊച്ചിനെ വിളിച്ച് എണീപ്പിച്ചാണ് ഞങ്ങള് ബർത്ത്ഡേ ആഘോഷിച്ചത്. പാവം അച്ചുകുട്ടിയുടെ ഉറക്കം കളഞ്ഞ് അത് ആ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാരും ഈ രണ്ട് പൂവും രണ്ട് ചെവിക്ക് വെക്കണ്ടായിരുന്നു. കേക്കിന്റെ അകത്തുള്ള പൂവിന്റെ കാര്യമാണ് ഈ പറയണത്. ഇത് കണ്ട കേക്ക് നല്ല അടിപൊളി കേക്കാണ്, സൂപ്പർ കേക്കായിരുന്നു. അപ്പൊ അങ്ങനെ അച്ചുകുട്ടി ഇപ്പൊ 2 പ്രാവശ്യം ബർത്ത്ഡേയും അച്ചുകുട്ടി ടൂറിലാണ് ആഘോഷിച്ചത് അല്ലേ? ഇനി ഇവിടെ നിന്ന് നേരെ ഞങ്ങള് മൂന്നാറിലേക്ക്. കൂട്ടുകാരെ ഞങ്ങൾ എല്ലാരും കൂടി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. കാരണം പഴനിന്ന് പോകുമ്പോ കുറച്ച് ഫോട്ടോസ് ഒക്കെ വേണ്ടേ? അതൊക്കെയല്ലേ നമ്മുടെ ഓർമ്മകൾ. അപ്പൊ ഇനി നമ്മൾ മൂന്നാർ
പോയത്. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ എല്ലാരും ഉണ്ടാകും, നമുക്ക് ഒന്നിച്ച് മൂന്നാർ പോയേക്കാം. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ.